മഴ മുന്നറിയിപ്പുകളിൽ വന്നിരിക്കുന്ന മാറ്റത്തിൽ പ്രധാനപ്പെട്ടത് 8 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു എന്നതാണ്. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളിലും ഓറഞ്ച് അലേർട്ടിലേക്ക് കടന്ന ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ മഴക്കെടുതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് വലിയ ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. രാഹുൽ വിജയൻ നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. രാഹുൽ, ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ്, പക്ഷേ ഇപ്പോൾ അവിടെ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? എന്താണ് നിലവിലെ അവസ്ഥ? ജി.കെ, ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഇടുക്കിയിൽ പരക്കെ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ രാവിലെയും ഇന്നലെ രാത്രിയിലും അങ്ങനെ ആയിരുന്നില്ല. ഇടപെട്ട് ശക്തമായ മഴ പെയ്തിരുന്നു. അതിന്റെയും പ്രത്യാഘാതങ്ങൾ അത് വലിയ വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നടക്കുന്ന നേരിമംഗലം മുതൽ വാളറ, അതുപോലെ തന്നെ അടിമാലി, മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിച്ചിൽ അതിപ്പോഴും തുടരുന്നുണ്ട്. മഴ ശമിച്ചെങ്കിലും ആ ഭാഗത്ത് വീണ്ടും മണ്ണിടിയുന്നു എന്നുള്ളത് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് റെഡ് അലർട്ടാണ്. ഇനി മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ള ആളുകളോട് ഇന്നലെ തന്നെ മാറി താമസിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ട ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ക്യാമ്പിലേക്ക് മാറുക, അല്ലാത്തവർ ബന്ധുവീടുകളിലേക്ക് ഉറപ്പായും മാറണമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതിശക്തമായ മഴ തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 8 ജില്ലകളിൽ, മറ്റിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമായി അവിടുത്തെ മഴ മുന്നറിയിപ്പുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ശക്തമായ കാറ്റും പെട്ടെന്ന് വരാവുന്ന മഴയുമൊക്കെ നമ്മുടെ മുന്നിൽ അപകട സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് കനത്ത ജാഗ്രത ആവശ്യമാണ്, മുൻകരുതൽ നടപടികൾ ആവശ്യമാണ്, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, അനാവശ്യമായി യാത്ര പോകുന്നത് ഒഴിവാക്കണം. അങ്ങനെ തുടങ്ങി സംസ്ഥാന സർക്കാർ നൽകുന്ന, വകുപ്പുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് സുരക്ഷിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. തീരപ്രദേശങ്ങളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുകൂടി പറയുന്നു. മഴ മുന്നറിയിപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്.